ഇന്ത്യയെ വിരട്ടാൻ നോക്കേണ്ട. വേണമെങ്കിൽ നിങ്ങളുടെ ഭരണകാലം തീരും വരെ കാത്തിരിക്കാൻ ഇന്ത്യക്ക് മടിയുമില്ല. വാഷിംഗ്ടണിലെ കനത്ത കാവലുള്ള സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസിനുള്ളിൽ ഈ ഒരു വാക്കുകൾ മുഴങ്ങുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന അമേരിക്കൻ പ്രതിനിധികൾ ഒന്ന് നടുങ്ങി. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയുടെ മുഖത്ത് നോക്കി ഇത് പറയുന്നത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലാണ്. വെറുമൊരു ഭീഷണി ആയിരുന്നില്ല അത്, മറിച്ച് ഉദിച്ചുയരുന്ന ഒരു ന്യൂ ഇന്ത്യയുടെ സിംഹഗർജനമായിരുന്നു. ഡൊണാൾഡ് ട്രംപ് എന്ന താരിഫ് മാൻ ലോകത്തെ ആകെ നികുതി ഭീഷണിയിൽ തീർത്തുന്ന 2022 ഈ തുടക്കത്തിൽ ലോകരാജ്യങ്ങളെല്ലാം ഭയന്ന് വിറയ്ക്കുമ്പോൾ ഇന്ത്യ മാത്രം എങ്ങനെ അമേരിക്കയെ കൊണ്ട് ഡിമാൻഡുകൾ അംഗീകരിപ്പിച്ചു? അദാനി വിഷയത്തിലും എപ്സ്റ്റീൻ ഫയലുകളിലും മോദി സർക്കാരിനെ കുടുക്കി ഇന്ത്യയെ മുട്ടുകുത്തിക്കാമെന്ന് കരുതിയവർക്ക് എവിടെയാണ് പിഴച്ചത്? തിരശീലയ്ക്ക് പിന്നിൽ അജിത് ഡോവൽ നയിച്ച ആ മാസങ്ങൾ നീണ്ട നയതന്ത്ര പോരാട്ടത്തിന്റെ അണിയറ കഥകൾ നമുക്ക് നോക്കാം. ഡൊണാൾഡ് ട്രംപ് തന്റെ രണ്ടാം ഊഴത്തിൽ വൈറ്റ് ഹൗസിൽ എത്തിയത് അമേരിക്ക ഫസ്റ്റ് എന്ന കടുത്ത നിലപാടുമായിട്ടാണ്. ഇന്ത്യയെ താരിഫ് കിങ് എന്ന് വിളിച്ച ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ 50% വരെ നികുതി ചുമത്തുമെന്ന് പ്രഖ്യാപിച്ചു. ഇതിനിടയിലാണ് റഷ്യ ഉക്രൈൻ യുദ്ധം മുറുകുന്നത്. അമേരിക്കയുടെ വിലക്ക് ലംഘിച്ച് ഇന്ത്യ റഷ്യയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങുന്നതിൽ ട്രംപിന്റെ ടീമിനെ ചൊടിപ്പിച്ചു. ഇതിനെ ചോരപ്പണം എന്ന് വിളിച്ച് ഇന്ത്യയെ അപമാനിക്കാനാണ് ട്രംപിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവ് പീറ്റർ നവാരോ ശ്രമിച്ചത്. ഇന്ത്യയുടെ മേൽ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തണമെന്ന ഭീഷണി ആ അന്തരീക്ഷത്തിൽ പുകയുന്നുണ്ടായിരുന്നു. ഇതിനെല്ലാം പുറമെ ഇന്ത്യൻ കർഷകരുടെ നട്ടല്ലൊടിക്കുന്ന രീതിയിൽ അമേരിക്കൻ ക്ഷീര കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ പൂർണ്ണ പ്രവേശനം നൽകണമെന്ന ആവശ്യവും അവർ മുന്നോട്ട് വെച്ചു. ഇന്ത്യ ഒരു വലിയ പ്രതിസന്ധിയിലാണെന്ന് ലോകം കരുതിയ നിമിഷം ചാണക്യന്റെ എൻട്രി ആയിരുന്നു അത്. ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ഏറ്റവും വിശ്വസ്തനായ ചാണക്യനെ, അജിത് ഡോവലിനെ ദൗത്യമേൽപ്പിക്കുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ മോദി റഷ്യൻ ചൈനീസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിന് തൊട്ടു പിന്നാലെ ഡോവൽ വാഷിംഗ്ടണിലെത്തി. അവിടെ നടന്നത് കേവലം ചർച്ചയായിരുന്നില്ല, അതൊരു ഡിപ്ലോമാറ്റിക് വാർ ആയിരുന്നു. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യയുടെ മേൽ ചുമത്താൻ പോകുന്ന പിഴകളുടെ ലിസ്റ്റ് നിരത്തിയപ്പോൾ ഡോവൽ അവിടെ പ്രയോഗിച്ചത് വിഖ്യാതമായ ഡോവൽ ഡോക്ട്രിൻ ആയിരുന്നു. അദ്ദേഹം റൂബിയോയുടെ കണ്ണുകളിൽ നോക്കി പറഞ്ഞു, ഇന്ത്യ ഇതൊരു ഓട്ടോ പൈലറ്റ് മോഡിലാണ്. ഞങ്ങളുടെ സാമ്പത്തിക വളർച്ച ആരുടെയും ഔദാര്യമല്ല. ദേശീയ താല്പര്യം ബലികഴിച്ചുള്ള ഒരു കാര്യത്തിനും ഇന്ത്യയെ കിട്ടില്ല. നിങ്ങൾക്ക് വിട്ടുവീഴ്ചയ്ക്ക് മടിയാണെങ്കിൽ ട്രംപ് ഭരണകൂടത്തിന്റെ കാലാവധി വരും വരെ കാത്തിരിക്കാൻ യാതൊരു മടിയും ഇന്ത്യക്കില്ല. അമേരിക്കൻ അധികാരികൾ ഞെട്ടിപ്പോയി. ഇന്ത്യ തങ്ങളെ ആശ്രയിച്ചല്ല, മറിച്ച് ലോകം ഇന്ത്യയെയാണ് ആശ്രയിക്കുന്നത് എന്ന ബോധ്യം അവർക്കുണ്ടായി. മറനീക്കി പുറത്തു വരുന്ന വിജയങ്ങൾ. ഈ ചർച്ചയ്ക്ക് പിന്നാലെ വൈറ്റ് ഹൗസിന്റെ സ്വരം മാറി. ട്രംപ് മോദിയെ നേരിട്ട് വിളിച്ച് ജന്മദിനാശംസകൾ നേർന്നു. തുടർന്ന് നടന്നത് നയതന്ത്ര ചരിത്രത്തിലെ വമ്പൻ വിജയങ്ങളാണ്. 50% എന്ന ഭീഷണിയിൽ നിന്നും മാറി തീരുവ 18% കുറയ്ക്കാൻ അമേരിക്ക സമ്മതിച്ചു. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് നിയന്ത്രണമില്ലാത്ത പ്രവേശനം നൽകില്ലെന്ന ഇന്ത്യയുടെ നിലപാടിന് മുന്നിൽ അവർക്ക് വഴങ്ങേണ്ടി വന്നു. നമ്മുടെ കർഷകർ സംരക്ഷിക്കപ്പെട്ടു. ഇന്ത്യയുടെ മേൽ ചുമത്താനിരുന്ന പിഴച്ചുങ്കം അമേരിക്ക എന്നേക്കുമായി ഉപേക്ഷിച്ചു. പ്രതിപക്ഷം ആരോപിച്ചതുപോലെ അദാനി വിഷയമോ മറ്റേതെങ്കിലും വിവാദങ്ങളോ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കിയില്ല. പകരം ആത്മനിർഭർ ഭാരതിന്റെ കരുത്ത് ഉപയോഗിച്ച് ഇന്ത്യ അമേരിക്കയെ കൊണ്ട് സ്വന്തം നിബന്ധനകളിൽ ഒപ്പുവെക്കുകയായിരുന്നു. ഇനി ആർക്കെങ്കിലും സംശയമുണ്ടോ?